കേരളത്തിന് അർഹതപ്പെട്ടതെല്ലാം കേന്ദ്രം കൊടുക്കുന്നുണ്ട്. കേന്ദ്രം ഇങ്ങനെ കൈവിട്ട് കേരളത്തെ സഹായിക്കാനല്ല, ഒരു സംസ്ഥാനത്തെ സഹായിക്കാൻ സാധിക്കില്ല, നിയമപരമായിട്ട് മാത്രമേ ചെയ്യാൻ സാധിക്കൂ. ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം വെച്ചാൽ ഇവിടുത്തെ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന പണം വിനിയോഗിക്കപ്പെട്ട് കഴിഞ്ഞാൽ കേന്ദ്രം ഗഡുവായിട്ടാണ് കൊടുക്കുക, ഒറ്റയടിക്കല്ല. ഒരു ഗഡു പണം കൊടുത്ത് അത് കൃത്യമായി വിനിയോഗിക്കപ്പെട്ടു, അതിൻ്റെ കണക്ക് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഗഡു കിട്ടും. കേന്ദ്രം വിനിയോഗിക്കപ്പെടുന്നില്ല, കേരളം കണക്ക് കൊടുക്കുന്നില്ല, അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോൾ വയനാട് ദുരന്തത്തെ സംബന്ധിച്ച് വയനാട് ദുരന്തത്തിൽ ആദ്യം കൊടുക്കേണ്ട പണമെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവർ കൃത്യമായ ഒരു മാസ്റ്റർ പ്ലാൻ അവതരിപ്പിച്ചിട്ടില്ല. കേരളത്തിലെ കിട്ടിയ പണം ചെലവഴിച്ചിട്ടില്ല. ഈ ചെലവഴിച്ചതിൻ്റെ വല്ല കണക്കുണ്ടോ? അപ്പോൾ അതുകൊണ്ടാണ് കേരളത്തിന് അർഹതപ്പെട്ടതെല്ലാം കൊടുത്തിട്ടുണ്ട്. അനർഹമായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ ഇവരെ കേസ് നിലനിൽക്കാതെ പോയത്. സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ കേസിന് പോയല്ലോ. സംസ്ഥാന സർക്കാർ കേസിന് പോയപ്പോൾ സംസ്ഥാന സർക്കാരിനോട് സുപ്രീം കോടതി പറഞ്ഞത് നിങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റുമായി സംസാരിച്ച് തീർക്കുമെന്നാണ്. ഈ സംസാരിച്ച് തീർക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിയമപരമായി നിലനിൽക്കാത്തത് കൊണ്ടാണ്. ഇല്ലേ കോടതിക്ക് പറയാനല്ലോ, കേരളത്തിന് അർഹതപ്പെട്ടാണെങ്കിൽ കോടതി പറയുമല്ലോ ഇത് കേരളത്തിന് അർഹതപ്പെട്ടാണെന്ന് കൊടുക്കണം. അങ്ങനെയല്ല പറഞ്ഞത്. നിങ്ങൾ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ നിയമപരമായി സാധിക്കില്ല. നമ്മുടെ നാടൻ ഭാഷയിൽ നിങ്ങൾ മധ്യസ്ഥ പറഞ്ഞ് തീർക്കാൻ പറ്റുമെങ്കിൽ തീർത്തോളൂ.